പണ്ട് കാലത്ത് കാണാതെ കിടന്നിരുന്ന ഒരു ക്ഷേത്രമുണ്ട്. അത് പണ്ട് കാലത്ത് തച്ചുടച്ചതാണ് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇത് കാട് മൂടി കിടന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഇതിൻ്റെ ഭക്തി നിർഭരമായ നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ജൈത്രയാത്ര. ഇത് സുധീഷ് മേനോനും പുഷ്പ ചേച്ചിയുമാണ് ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത്. ഈ സാരഥികളുടെ തലയിൽ വലിയൊരു കാര്യം കിടക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തായുള്ള കണിക്കൊന്നയുടെ താഴെ ഒരു മണിക്കിണറുണ്ട്. ഈ മണിക്കിണറിൽ ഒരു കൃഷ്ണ വിഗ്രഹവും അതുപോലെ തന്നെ പല നിധി എന്ന് തന്നെ പറയാം, അത് കണ്ടെടുക്കുക എന്നത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയും. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലവും കൂടിയാണ്. ഇപ്പം എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? 28 വർഷം. 28 വർഷം ഇവിടെ വന്നിട്ട് അതിന് മുന്നേ തിരുവാലി ഉണ്ടായി. അതെ. അപ്പോൾ ഇവിടുത്തെ ഒരു ഈ അവസ്ഥ എന്തായിരുന്നു? ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ, ഞാൻ അന്നൊന്നും കുറച്ചു കാലം കണ്ടിരുന്നില്ല. പിന്നെ കുറേ കൊല്ലങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉള്ളത് അറിയണത്. ഒരു 10 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് 10 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ അങ്ങനെ ഏതാ ക്ഷേത്രം നോക്കുന്ന അന്വേഷിച്ചപ്പോഴാണ് അങ്ങനെ ഒരു അമ്പലമുണ്ട്, അമ്പാടിക്കണ്ണനാണ് എന്നുള്ള വിവരം കിട്ടി. അപ്പോൾ അതൊന്നും ഉയർന്നു വന്ന ആ ഭഗവാനെ ഒന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം ഇന്നിപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഭഗവാനെ ഇന്ന് കാണാൻ കഴിയുമോ, വന്ന് എടുക്കും എന്നൊക്കെ എന്നുള്ള പറഞ്ഞാണ്. അപ്പം അത് കാണുന്നുള്ളൊരു സ്വപ്നം പ്രതീക്ഷയോട് കൂടിയാണ് വന്നത്. പക്ഷേ നടന്നില്ലെങ്കിലും അത് തന്നെ കാണും, ഞങ്ങൾ കാണും എന്നുള്ള ഉറപ്പിച്ചിട്ടാണ് പോകുന്നത്. അടുത്ത് തന്നെ മണിക്കിണർ കുഴിക്കും, ഭഗവാനെ എടുക്കും, ഇവിടെ പ്രതിഷ്ഠിക്കും, ഞങ്ങൾ എല്ലാ നടത്തിക്കൊണ്ട്. അതെ അതെ. കാരണം ഇപ്പം മണിക്കിണർ കുഴിക്കാൻ പറ്റില്ല, കാരണം അതൊരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിലാണ്, വ്യക്തിയുടെ കയ്യിലാവുകൊണ്ട് അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊരു പ്രശ്നമാണല്ലോ. അപ്പം അതുകൊണ്ട് ഇനി അതെന്തെങ്കിലും ആയിട്ട് എന്തായാലും ഇത് മണിക്കിണർ കുഴിച്ച് ഞങ്ങൾ പുറത്തെടുക്കും എന്നുള്ളൊരു മനസ്സിലൊരു പ്രതിജ്ഞ ചെയ്യും എന്നുള്ള, അത് ചെയ്യും എന്നുള്ള ഉറപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകണം. ഈ ക്ഷേത്രത്തിന് ഭൂമി, അതായത് കാട് മൂടി കിടക്കുന്ന ഈ ഭൂമിയിൽ ഒരു ക്ഷേത്രം ഉണ്ട് എങ്കിൽ, കാട് മൂടി കിടന്ന സ്ഥലമാണിത്, അവിടെ ഒരു ഭൂമി ഉണ്ട് എങ്കിൽ ആ ഭൂമിക്ക് ഒരു സ്ഥലം തീർച്ചയായിട്ടും ഒരു സ്വകാര്യ വ്യക്തി വിട്ടു കൊടുക്കണം എന്നാണ് അതിൻ്റെ ഒരു നിയമം. അപ്പോൾ ബാക്കി വശങ്ങൾ നമുക്ക് ഈ ഒരുപാട് ആളുകൾ, സന്യാസ സഭ ഉണ്ട് അല്ലേ, ഭക്തജനങ്ങളുണ്ട്. അതെ. അപ്പോൾ ഇവിടെ ഒരു അമ്പലം ഉയരണോ? കാരണം ഇതിവിടെ വർഷങ്ങൾക്ക് മുമ്പേ ഖിലാഫത്ത് കാലത്തിൻ്റെയോ അതുപോലെ തന്നെ ടിപ്പുവിൻ്റെ കാലത്തോ അതിൻ്റെയൊക്കെ എത്രയും മുമ്പ് ഉണ്ടായിരുന്നൊരു ക്ഷേത്രമാണിത്. അപ്പോൾ ഇന്നിപ്പോൾ നാമാവശേഷമായി കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഉയർന്നു വരണം എന്ന് തന്നെയാണ് നമുക്കും പറയുന്നത്. വിശ്വാസങ്ങൾ തകർക്കപ്പെടാനുള്ളതല്ല, ഏവർക്കും ഊർജം പകരാനുള്ളതാണ്. ഇത് പറയാൻ മറ്റൊരു കാര്യം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ, മലപ്പുറം ജില്ലയിലെ പഞ്ചേരി കാരക്കുന്ന് കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രത്തിനടുത്ത് ഒരു അമ്പാടി ക്ഷേത്രമുണ്ട്. അത് കാട് മൂടി കിടക്കുകയായിരുന്നു, വർഷങ്ങളോളമായിട്ട് കാട് മൂടി കിടക്കുകയായിരുന്നു. ഈ ക്ഷേത്രം ഇടിഞ്ഞ് പൊളിഞ്ഞ് നാമാവശേഷമായി എന്ന് തന്നെ പറയാം. അത് പുനരുദ്ധാരണം ചെയ്ത് പുഷ്പേച്ചിയുടെയും അതുപോലെ തന്നെ നമ്മുടെ സുധീഷ് മേനോൻ്റെയും ഒരു സാരഥ്യം കൊണ്ട് തന്നെ അത് മുന്നോട്ട് ഉയർന്നു വരികയാണ്. പിന്നെ ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു ചട്ടക്കൂട് മാത്രമാണ്, ഇതൊരു മുഖമണ്ഡപം, അതായത് കൽമണ്ഡപം. ഈ കൽമണ്ഡപം ഈ വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ കൊണ്ടുവച്ചതാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഈ അടുത്ത ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഇവിടേക്കൊക്കെ എങ്ങനെയൊക്കെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഈ വർക്ക് മറ്റുള്ളവർ ചെയ്തിട്ടുള്ളതെന്ന്. അത് മാത്രമല്ല, ഈ മുഖമണ്ഡപം ഇപ്പം ഇങ്ങനെ കിടക്കുകയാണ്, കല്ല് മാത്രമായിട്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഉള്ളത് ശ്രീകോവിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഖമണ്ഡപം ഇത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പൊളിഞ്ഞു പോയതാണ്. അതൊക്കെ പൊളിഞ്ഞു പോയതാണ്. ആക്രമിക്കപ്പെട്ടു പോയി എന്നുള്ളതാണ് ഐതിഹ്യം. ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ ഇവിടെ ജനിച്ചു വളർന്നു, ഈ വീട്ടിൽ ജനിച്ചു വളർന്നാണ് ഞാൻ. അതെ അതെ അതെ. അപ്പോൾ ഇവർക്ക് ചെറുപ്പം മുതലേ ഇത് കണ്ടു വളർന്നതാണ്. കാരണം ചെറുപ്പം മുതൽ ഇവർ കണ്ടിട്ടില്ല. കാരണം ഇത് പിന്നീടാണ്, വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതൊക്കെ തന്നെ ഇവർ അറിയുന്നത്. അത് മാത്രമല്ല, ഇതിൽ വലിയൊരു
വലിയൊരു വഴിമരുന്നിട്ട വലിയൊരു വിഷയമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു കൊന്നമരത്തിൻ്റെ നേരെ താഴെ ഒരു മണിക്കിണറുണ്ട്. ഈ മണിക്കിണറിൽ എന്താ പറയുക, നിധി എന്ന് തന്നെ പറയാം. അതായത് ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം വെള്ളത്തിൽ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ ഗണിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാന്തി എടുക്കാനുള്ള ഒരു തത്രപ്പാടിലും കൂടിയാണ്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് മിഥുനം പബ്ലിക്കേഷൻസിൻ്റെ എത്തിനകത്ത്. हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 कृष्ण हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, राम हरे हरे, हरे कृष्ण 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 हरे हरे, कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे
കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം അഗ്നിമേ. ഇത് നമ്മുടെ സുധീഷ് മേനാണ്, നമ്മുടെ കരിങ്കാളിയാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യമാണ്. അത് മാത്രമല്ല ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള നമ്മുടെ അമ്പാടി ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു മണിക്കിണർ അതിൻ്റെ സ്ഥലം അവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു ശ്രീകോവിലായിട്ടില്ല. അതിൻ്റെ ആ വൃത്താകൃതിയിലുള്ള ശ്രീകോവിൽ മാത്രമേ ഉള്ളൂ. ചട്ടക്കൂട് അതിന് ആയിട്ടില്ല. അത് മാത്രമല്ല പിന്നെ അതിൻ്റെ മുമ്പിൽ ചെറിയൊരു മുഖമണ്ഡപം. അതെ. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇവിടെ എല്ലാവരും കൂടി. അപ്പോൾ താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയുള്ളത്? കാരകുന്ന് കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപമാണ് ഈ അമ്പാടി ക്ഷേത്രം. കാലപ്പഴക്കം എത്രയും അറിയില്ല, ഒരുപാട് കാലപ്പഴക്കം മുമ്പുള്ള ക്ഷേത്രമാണ്. ഒരു 2021 നമ്മളിത് ഒന്ന് കാട് വെട്ടി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ഒരു പണിക്കരെ കാണുകയും പണിക്കരെ നിർദ്ദേശത്തിനനുസരിച്ച് നമ്മൾ തിരുനാവായുള്ള ഒരു വ്യക്തിയുടെ തിരുമേനിയെ കാണുകയും ഉണ്ടായി. അതിനുശേഷം ഒരു ചിത്രഭാനു തിരുമേനി എറണാകുളം അദ്ദേഹത്തെ കൊണ്ടുവരികയും ഒരു ഗണപതി ഹോമം മറ്റ് കാര്യങ്ങളും നടത്തി അതിന് വേണ്ട സംഗതികളൊക്കെ അദ്ദേഹം തന്നു. അത് ദീപം തെളിയിക്കലായിരുന്നത് ഞായറാഴ്ചകളിൽ ഒരുപാട് ഭക്തരും വന്ന് ദീപം തെളിയിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ പുത്തൻകോലത്ത് പുഷ്പലജ ചേച്ചീൻ്റെ നേതൃത്വത്തിലുള്ള അമ്മമാരും പെങ്ങന്മാരും ഒക്കെ നാരായണീയത്തിന് ഇവിടെ എത്തിയത്. 2 നാരായണീയം കഴിഞ്ഞു, 3ാമത് നാരായണി എന്നിവിടെ നടന്നത് നല്ല ഭംഗിയായി തന്നെ നടന്നു. അഖില ഭാരത സന്യാസി സഭയുടെ മുതിർന്ന സന്യാസിമാരും പങ്കെടുത്തു. സന്യാസിമാരുടെ അവരുടെ നിർദ്ദേശപ്രകാരം ഇത് അവർ പറയുന്നതനുസരിച്ചാണ് ഇതിൻ്റെ മുന്നോട്ടുള്ള ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. പിന്നെ ഒരു കാര്യം ചോദിക്കേണ്ടത്, ഇതിൽ ഈ ക്ഷേത്രത്തിന് ഏകദേശം എത്ര കാലത്തെ പഴക്കമുണ്ടാവും? പഴക്കം ഇവിടെയുള്ള ആർക്കും പഴയക്കാർക്കൊന്നും അറിയുന്നില്ല. ടിപ്പുവിൻ്റെ ഒക്കെ മുമ്പാവാം. ഇതിപ്പോൾ ഇവിടെ വന്നിട്ട് കണ്ടപ്പോൾ ഇത് ഏകദേശം പൊളിച്ചു പോയ മാതിരിയാണ്. മൊത്തത്തിൽ ആ രീതിയാണത്. അപ്പോൾ ഇതിൻ്റെ ഒരു 2 തലമുറ മുന്നേ ഉള്ളവർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഒരു വിവരവും കിട്ടാത്ത രീതിയിൽ അന്ന് പഴമ ഒരുപാട് വയസ്സുള്ള 1-2 അച്ഛന്മാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ വിവരങ്ങളൊന്നുമില്ല. ഇത് കാട് മൂടി കിടക്കുന്ന സ്ഥലമായിരുന്നു ഒരു കാലത്ത്. അതായത് ഇപ്പോൾ ഈ അടുത്ത കാലം വരെ 2021 നമ്മൾ ഇത് ഒരു ദീപം തെളിയിക്കൽ തുടങ്ങി. ഇങ്ങനെ ഒരു ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ കണ്ടതിനനുസരിച്ചാണ്. അത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? അത് ആരുടെ നേതൃത്വത്തിലാണ്? അത് ഞാനടങ്ങുന്ന നമ്മുടെ കുട്ടികൾ. അപ്പൊ ഇവിടെ എന്താ ഇതുപോലെ തന്നെ ആയിരുന്നില്ലേ? കാട് മൂടി, അന്നൊക്കെ കാടാണ്. എന്നിട്ട് കാട് വെട്ടുന്ന മെഷീനും കൊണ്ടുവന്ന് കാട് വെട്ടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇത് അപ്പോൾ അതിന് മുമ്പ് ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിലോ എന്തെങ്കിലും ആയിരിക്കുമല്ലോ? അപ്പോൾ ഇതൊരു വാര്യത്തൊടി ഒരു കുടുംബത്തിന്റെ കയ്യിൽ കിടക്കുന്ന ഭൂമിയാണിത്. അവർക്കറിയാം ഇത് ക്ഷേത്രത്തിന്റെ ഉണ്ടെന്ന് അവർക്കറിയാം. എങ്കിലും ഇനി അവര് ഇതെന്താന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അവരാർക്കും ഇത് കൊടുക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഏകദേശം ക്ഷേത്രത്തിൻ്റെതായിട്ട് ഭൂമി നമ്മൾ അക്വയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഉണ്ടാവാം. നമ്മൾ അതിന്റെ രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? രേഖകളും കാര്യങ്ങളും ഉണ്ടെന്ന് അവർ പറയുന്നു. മറ്റുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ കേസിന് രീതിയിൽ പോകണം. അല്ല, അതിനിപ്പോൾ ഒരു ഇപ്പോൾ പെട്ടെന്ന് കുറേ ആളുകൾ വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, അപ്പോൾ ഇതിന് കൃത്യമായ രേഖ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? രേഖ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും ഇതിന്. പക്ഷേ സന്യാസി സഭയുടെ സന്യാസി അവർ വന്നപ്പോൾ നമ്മൾക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ട്, ക്ഷേത്രം മുന്നോട്ട് കൊണ്ടുപോവാം. അതിനുവേണ്ടി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം മകരമാസത്തിൽ നടത്താന്നുള്ള ഒരു ഉറപ്പ് തന്നതിനനുസരിച്ചാണ് നമ്മൾ ഇന്നത്തെ നാരായണി ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇപ്പൊ ഈ ക്ഷേത്രം കറക്റ്റ് നിൽക്കുന്നത് ആരുടെ സ്ഥലത്താ? അത് വ്യക്തമായിട്ട് നമുക്ക് കിട്ടുന്നില്ല. ഇതിന്റെ ഉടമകൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അല്ല, എന്താ പറയാത്തത്? നമുക്കത് മുന്നോട്ട് പോയാൽ അതൊക്കെ കിട്ടും. പക്ഷേ ഇപ്പം നമ്മൾ നിർത്തിവെച്ചത് ഈ സന്യാസി സഭയുടെ നേതൃത്വത്തിലുള്ള ഒരു വാക്ക് 4-5 സ്വാമിമാർ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ ഈ നാരായണീയം ഇനി മുന്നോട്ടും നാരായണീയം തന്നെ. ഇത് 3ാമത്തെ നാരായണത്തിനെ ഞാൻ അവരെ കൊണ്ടുവന്നത്.
അവർ ഒരു നിർദ്ദേശം തന്നു നമുക്ക്. അതിനനുസരിച്ചാണ് ഇനി നാരായണത്തോടു കൂടി മുന്നോട്ട് പോയി മകരം ആകുമ്പോഴേക്കും നമുക്ക് പ്രതിഷ്ഠാദിനം നടത്താം എന്നുള്ള വാക്ക് സന്യാസി അഖില ഭാരത സന്യാസി സഭയുടെ സന്യാസിമാർ നമ്മളോട് വന്ന് പറഞ്ഞതിനനുസരിച്ച് നമ്മൾ ഇതിന് മുന്നോട്ടുള്ള തീരുമാനം ഇനി അവരാ എടുക്കേണ്ടത്. അതെ, അതൊക്കെ ഓക്കെ. ഇതൊക്കെ ഇനി മകരമാസത്തിൽ ഇതൊക്കെ പുനഃപ്രതിഷ്ഠയൊക്കെ നടക്കും. പക്ഷെ അപ്പോഴും ഇതിന്റെ ഒരു സ്ഥാനനിർണയവും മറ്റൊക്കെ ശരിക്കും ഒരു പ്രശ്നങ്ങളല്ലേ? ഈ ഭൂമിയുടെ മകൾ നമ്മളോട് പറയണം. അവര് തരാ എന്നുള്ള രീതിയിലാ പറയുന്നുള്ളൂ. ബാക്കി ഈ ഞാൻ ഇപ്പൊ പറഞ്ഞ പ്രകാരം തന്നെ ഈ സന്യാസി സഭ പറഞ്ഞ അവര് ഒരുപാട് സന്യാസിമാരടങ്ങുന്ന കൂട്ടായ്മയാണല്ലോ. അവര് ഈ മലപ്പുറം ജില്ലയ്ക്ക് ഒരു സന്യാസി ഉണ്ടാവാം. അവരിനി നിരന്തരം നമ്മളായിട്ട് ബന്ധപ്പെടും, ക്ഷേത്രത്തിൽ വരും. അല്ല, അപ്പൊ ഇവർക്കുള്ള ഈ ക്ഷേത്രത്തിന്റെ ഈ സ്ഥലം വലുതാണ് എങ്കിൽ അവരിത് എഴുതി തരാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ചെയ്യും. അത് തരുന്നാ പറയുന്നത്. ഇതിന്റെ ഒരു അവകാശിയിൽപ്പെട്ട ഒരു മകൻ വരാണ്ട് എന്നിട്ട് എഴുതി തരാന്ന്. അതായത് മകരമാസത്തിൽ ഇത് ഇവിടെ പുനഃപ്രതിഷ്ഠ നടക്കുകയാണ്. അപ്പൊ ആ സമയത്ത് കിട്ടുമെന്നാണ് ഉറപ്പ് പറയുന്നത്. രീതിയിലാണ് നമ്മൾ ഈ നാരായണിയും മൂന്നാമത് നാരായണിയും അവസാനിപ്പിച്ച് സദ്യ കൊടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇനി അടുത്ത ഞായറാഴ്ച വന്ന് ദീപം തെളിയിക്കും. ഇപ്പൊ പോകുന്ന പോലെ പോകും. ഇപ്പൊ എല്ലാ ആഴ്ചയും ഇവിടെ പൂജ നടക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളും ദീപം തെളിയിച്ച് ഒരു നേദ്യം പോലെ പഴം ആളുകൾ വരുന്നുണ്ട്. ഒരു 8-10 പേരുണ്ടാവും. ആളുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ചോദിക്കാണ്ട്, എന്താ വെച്ചാൽ മണിക്കിണർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. നമ്മുടെ ചിത്രഭാനു തിരുമേനി ഗണിച്ചു വെച്ച് ഇവിടെ വെച്ച് പറഞ്ഞതിനനുസരിച്ച് ഇവിടെ ഒരു കൊന്നമരണ്ട്, അതിനടുത്ത് മണിക്കിണറുണ്ട്. അതിൽ ഗർഭാശയത്തിൽ ഒരു അമ്മയുടെ ഗർഭാശയത്തിൽ എങ്ങനെ ഒരു കുഞ്ഞ് കിടക്കുന്നു ആ രീതിയിൽ കണ്ണൻ അമ്പാടിക്കണ്ണൻ വെള്ളത്തിൽ കിടക്കുന്നു എന്നാണ് പറയുന്നത്. ആ മണിക്കിണറിൽ കിടക്കുന്നുണ്ട്. തീർച്ചയായും. അപ്പൊ തീർച്ചയായിട്ടും അത് നമുക്ക് അതാ പറയുന്നത്. ഈ ഭൂമി ഉടമകൾ എന്ത് പറയുന്നു, സന്യാസി സഭ എന്ത് പറയുന്നു, അതിനനുസരിച്ചാണ് നമ്മൾ അടുത്ത ഘട്ടം ഇത് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. മണിക്കിണർ നമുക്ക് ഈ ഭൂമി മുഴുവൻ JCB കൊണ്ടൊന്ന് നിരത്തിയിട്ട് വേണം അവിടെ മണിക്കിണറിന് ഇത് എടുക്കാം. നമ്മള് സ്വർണ്ണ പ്രശ്നം വെക്കുന്ന ഒക്കെ കാര്യങ്ങൾ പുനഃപ്രതിഷ്ഠ നടന്നു കഴിഞ്ഞതിന് ശേഷം മണിക്കിണർ അവിടെ നിൽക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ താങ്കളുടെ തീരുമാനം എന്താവും? മണിക്കിണർ അവിടെ നിൽക്കട്ടെ പറഞ്ഞാൽ ഇവിടുത്തെ ഭക്തജനങ്ങളും ഈ അഖില ഭാരത നാരായണീയത്തിലെ അമ്മമാരും വെറുതെ നിൽക്കില്ല. അതല്ല, അവരുടെ സ്ഥലമാണെങ്കിൽ അവര് പറയുന്നതനുസരിച്ചല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. അവരുടെ സ്ഥലമാണ് അവര് ഇതുവരെ കറക്റ്റായി പറയുന്നില്ലല്ലോ. അവരുടെ സ്ഥലമാണെന്നേ നമുക്ക് കാണാൻ കഴിയുന്നു. അവരുടെ സ്ഥലമാണെങ്കിൽ അവരുടെ സ്ഥലമാണ് എന്ന് പറഞ്ഞാലും അവരുടെ രേഖ ഉണ്ടെങ്കിലോ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാന് ഇത്ര സ്ഥലമുള്ള അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളൊരു പത്രപ്രവർത്തകനാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം ഈ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വിവാദ വിഷയമാണത്. കാരണം ഇതിൻ്റെ മണിക്കിണറിലെ ഒരുപാട് ഇതുണ്ടാവും, വിഗ്രഹം മാത്രമല്ല പലതും ഉണ്ടാവും, ഒരു നിധി തന്നെ ഉണ്ടാവും അതിൽ. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു തൊടി മറ്റൊരു വ്യക്തിൻ്റെ കയ്യിലാണെങ്കിൽ അത് തിരിച്ചു തരാൻ കുറച്ച് പ്രയാസം ഉണ്ടാവില്ലേ? അത് നമ്മുടെ കാലപ്പഴക്കമുള്ള ക്ഷേത്രം ഇത് വാര്യത്ത് തൊടി എന്നറിയപ്പെടുന്ന അമ്പലക്കണ്ടി ക്ഷേത്രം ഭൂമി. ഇത് എങ്ങനെയായാലും അന്നത്തെ കാലത്ത് ക്ഷേത്രത്തിന് വേണ്ട ഭൂമി മാറ്റി വെച്ചിട്ടേ ഇത് ഈ വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടാവുള്ളൂ എന്ന നമ്മളടങ്ങുന്ന കുറച്ച് പേർക്ക് അറിയുന്നു. ഒരു വലിയൊരു ക്ഷേത്രത്തിന്റെ ഈ 3 ഏക്കർ 40 സെന്റ് ഭൂമിയിൽ ഉള്ള ഈ ക്ഷേത്രത്തിൽ പണ്ടത്തെ കാലത്ത് വാര്യന്മാർ താമസിച്ച ആ കാലത്ത് ഒരിക്കലും ഇത് ഒരു കൂട്ടുസ്വത്താക്കി ക്ഷേത്രഭൂമി വെക്കുമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിനൊക്കെ ഇനി പിറകോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പിറകോട്ട് പോയി കാര്യങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നു. പക്ഷേ സന്യാസി സഭ പറയുന്നത് ഇന്ന് ഇതുവരെ എന്ത് നടന്നു അത് നോക്കാതെ മുന്നോട്ട് ഉള്ളത്. അതെ, ഓക്കെ. അപ്പൊ ഈ സന്യാസി സഭയ്ക്ക് ഇതിൽ പ്രതിഷ്ഠ നടത്താനും പൂജ ചെയ്യാനും അധികാരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു സ്ഥലം കൃത്യമായിട്ട് കിട്ടാനുള്ള ഒരു അവകാശം സന്യാസി സഭയ്ക്ക് പൂർണ്ണമായിട്ടും കഴിയും. 70 ക്ഷേത്രങ്ങൾ ഇതുപോലെ കിടന്നത് അവർ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാരകുന്ന് കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള ഈ അമ്പാടി ക്ഷേത്രത്തിൽ 71ാമത്തെ ക്ഷേത്രം അവർക്ക് ഇത് കഴിയുമെന്നുള്ള പൂർണ്ണ ഉറപ്പ് നമുക്കുണ്ട്. അത് മകരമാസത്തിലാണ്. അത് ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഈ മണിക്കിണറിന്റെ ഭാഗം ഈ സന്യാസി സഭയ്ക്കും താങ്കൾക്കും കിട്ടണമെങ്കിൽ ഒരുപാട് ഇതിന് പ്രയാസം നേരിടും എന്ന് തോന്നുന്നില്ലേ? ഭൂമിയുടമ ഒരാള് പറയുന്ന ഒരു വ്യക്തി പറയുന്നത് ഇത് ഇത്ര സ്ഥലം ക്ഷേത്ര സമസമിതിക്ക് കൊടുക്കാന്നാ. പക്ഷെ ക്ഷേത്ര സമസമിതിക്ക് കൊടുത്താലും ഈ നിശ്ചിത സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അവരത് അവരെ കൈവശം വെക്കാന്നല്ലാതെ ഈ ഭൂമി വീണ്ടും ഈ ക്ഷേത്രം ഉയർത്തേണ്ട ഇവിടുത്തെ നാട്ടുകാരാണ്. അപ്പൊ അത് നമ്മൾ സന്യാസി സഭയെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ സന്യാസി സഭ ഇതിന്റെ മുന്നോട്ടുള്ള ഭാഗങ്ങൾ അവരാ തീരുമാനിക്കേണ്ടത്. അപ്പൊ സന്യാസി സഭ തീരുമാനിക്കുകയാണ് മണിക്കിണർ തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ അതുപോലെ മുന്നോട്ട് പോവുക. നമ്മളത് ഇപ്പൊ പൂർണ്ണമായി പറയാത്ത എന്താ വെച്ചാൽ ഇതിനു മുമ്പുള്ള ക്ഷേത്രത്തിൽ ഞാൻ പോയി, സന്യാസി സഭയുടെ പാലക്കാട് ക്ഷേത്രത്തിൽ അവരൊരു ബാലാലയം പണിത് ഒരു കണ്ണനെ വെച്ചിരിക്കും.
ഈ കണ്ണൻ്റെ ബാലാലയത്തോടു കൂടി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ വരികയും അവരത് തൊഴുകലും മറ്റുള്ള കാര്യങ്ങൾ പോകുന്നു. ആ കൂട്ടത്തിലാവും ഈ ക്ഷേത്രത്തിൻ്റെ അവകാശം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മണിക്കിണർ മാന്തലൊക്കെ നടത്താം. അതല്ല, ഇതിന്റെ ഈ ഒരു ആളുണ്ടല്ലോ, ഈ സ്ഥലത്തിന്റെ ഉടമ, അദ്ദേഹം എന്ന് തരാമെന്നാണ് അതിനുള്ള സമ്മതപത്രം എന്തെങ്കിലും ഉണ്ടോ? ഒരു മാസത്തെ ഒഴിവാണ് അവർ പറയുന്നത്. ഒരു മാസം കൊണ്ട് ഒരാൾ വ്യക്തി വരുള്ളൂ എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മണിക്കിണറിന്റെ കാര്യങ്ങൾ 100% തരും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നും ഇവിടെ വന്ന് ഈ പൂജയും കാര്യങ്ങളും ഭക്തജനങ്ങൾക്ക് അന്നദാനവും കൊടുത്ത് നാരായണനും ചൊല്ലുന്നു. അദ്ദേഹത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും നമുക്കുണ്ടാവട്ടെ. തീർച്ചയായും അദ്ദേഹത്തിന് വേണ്ടി നമുക്കിത് ഭൂമി തന്നെ തന്ന് നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഇന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ എന്താ പറയാനുള്ളത് ഇവിടുത്തെ ഈ അമ്പലത്തിനെ കുറിച്ചിട്ട്? നിങ്ങൾ എവിടുന്ന് വന്ന്? ഞങ്ങൾ വാണിയമ്പലം അഖില ഭാരത നാരായണീയ സഭയുടെ മലപ്പുറം ജില്ലേന്റെ ആൾക്കാരാണ് ഞങ്ങൾ. ഞങ്ങളിപ്പോ 2 പ്രാവശ്യം നാരായണീയ 100 ദശകം വായിച്ചു. ഇന്നിപ്പോ 3ാമത്തെ പ്രാവശ്യമാണ്. സ്വാമിമാരൊക്കെ വന്നിരുന്നു. അപ്പൊ ഇന്നും വായിച്ചു. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും അമ്പലം കിട്ടും. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ എന്താണ് എല്ലാ മാസത്തിലൊരു പ്രാവശ്യം നാരായണീയ ഞങ്ങൾ ഇവിടെ നിന്ന് പറ്റുന്ന ആൾക്കാർ ചൊല്ലും. പിന്നെ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ചട്ടക്കൂട് മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്നിപ്പോൾ ആരും ഇവിടെ വന്നാൽ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഇതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വലിയ വലിയ വർക്കുകൾ, അതായത് പണികൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാമ്പത്തിക സഹായമൊക്കെ എങ്ങനെയാണ് അപ്പോൾ അത് തീരുമാനിച്ചിട്ടുള്ളത്? ഞങ്ങൾ നാട്ടുകാരെല്ലാവരും എടുക്കും. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്യും. കഴിയുന്ന സഹായങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യും. പുത്തൻകോവിലകത്ത് പുഷ്പലത നാരായണീയത്തിൻ്റെ അഖില ഭാരത നാരായണീയത്തിൻ്റെ ആചാര്യസ്ഥാനത്ത് നിന്നുകൊണ്ട് 19 അമ്മമാർ ഉള്ള ഈ നാരായണീയ ഗ്രൂപ്പാണ്. 2.5 വർഷം മുന്നേ സുധി ഈ അമ്പലത്തിൻ്റെ ഫോട്ടോ, അതായത് ഞാനും സുധിയൊക്കെ ഒരേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഫോട്ടോ ഇട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സുധി ഈ അമ്പലം ഇതേ പുഷ്പിച്ച് ഇത് ഇങ്ങനെയാണ്, ഞാൻ വന്ന് വിളക്ക് വെക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അതേ സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ സുധീഷേട്ടനും പുഷ്പേച്ചിയാണ് ഇതിൻ്റെ ശരിക്കും എപ്പോഴും പറയാൻ പറ്റും. നിങ്ങൾ 2 ആളാണ് പുഷ്പേച്ചിന്റെ നേതൃത്വത്തിലാണ് ഇത്രയും ആളുകൾ അവിടെ വന്നത്. സന്യാസിമാര് വന്നതും അവർക്കൊന്നും ഇങ്ങോട്ട് വരേണ്ട ഇതില്ല. അവർക്കൊക്കെ ഒന്ന് ഗുരുവായൂർ 23 അഖില ഭാരത നാരായണീയത്തിന്റെ വമ്പ മീറ്റിംഗ് നടക്കുന്നു രാവിലെ തൊട്ട്. പക്ഷെ അവര് നമുക്ക് വേണ്ടി ഇവിടെ വന്നു. ഞങ്ങൾക്ക് ആവശ്യം ആരതോ സ്വത്തായിക്കോട്ടെ, ഇവിടെ ഈ അമ്പലം പൊട്ടിക്കുക, ഇവിടെ ഇരുന്നൊരു നാമം ജപിക്കുക. അതായത് നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നശിച്ചു പോയ ഈ ഒരു അമ്പലം എന്തുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് ആർക്കും ഇതൊന്നും ഉയർത്താൻ കഴിഞ്ഞില്ല? അതൊരു ചോദ്യമല്ലേ. ഇവിടെ ഇത്രയും ജനങ്ങളുണ്ട്, ഇങ്ങനെ കിടക്കാൻ പാടുണ്ടോ? അപ്പൊ ഈ ഒരു അമ്പലം ഉയർത്തുക. അപ്പൊ സുധിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ആ വിളക്ക് വെച്ച് ഇവിടെയൊക്കെ അടിച്ചു വാരി അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ നാരായണീയ 100 ദശകം 100 പ്രാവശ്യം ചൊല്ലിയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ സമർപ്പിച്ചപ്പോൾ സുധി പറഞ്ഞു, നിങ്ങൾ എല്ലാവരും വന്നിട്ട് ഇവിടെ നാരായണീയം വായിക്കണം എന്ന് പറഞ്ഞു. ആദ്യം ഇവിടെ മംഗലപുരത്ത് അമ്മയ്ക്ക് സമർപ്പിച്ചു ഞങ്ങൾ നാരായണീയം, ഇവിടെ കരിങ്കാളിയ ക്ഷേത്രത്തിൽ. അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 പ്രാവശ്യം ഞങ്ങൾ നാരായണീയം ചൊല്ലി. 3ാം പ്രാവശ്യം മണിക്കിണറിൽ കൃഷ്ണൻ കണ്ണനുണ്ട്, പക്ഷെ മണിക്കിണറിലൊന്നല്ല, കൃഷ്ണൻ ഇവിടെ പുറത്തിരിക്കുന്നുണ്ട്. അതിപ്പോ മണിക്കിണർ മാന്തണ്ട്. അല്ല, ഈ മണിക്കിണറിൽ ഉണ്ട് എന്നുള്ള വിവരം എങ്ങനെ കിട്ടി? അതിപ്പോ ഇന്ന് പറഞ്ഞാൽ അവരിവിടെ ചവിട്ടിയപ്പോ അവിടെ കയറി പോകും. അവർക്ക് അതിപ്പോ ഞങ്ങൾ പറഞ്ഞല്ല, അത് ഇവിടെയുള്ള ആൾക്കാർ സുധിയൊക്കെ പറഞ്ഞത് തന്നെയാണ്. അവര് സുധീഷേട്ടാ, ഇവിടെ മണിക്കിണറിൽ ഉണ്ട് എങ്ങനെ വിവരം കിട്ടിയത്? മണിക്കിണറിൽ നമ്മൾ വലിയൊരു നിധി ഉണ്ട്, അല്ലെങ്കിൽ ആ നിധി തന്നെയാണല്ലോ പ്രശ്നം വെച്ചല്ലേ. നമ്മുടെ തിരുമേനി വന്ന് എറണാകുളത്താണ് വേഴേപ്പറമ്പൻ ചിത്രഭാനു തിരുമേനി, അദ്ദേഹം വന്ന് ഇവിടെ ഗണിച്ചു പറഞ്ഞതാണ്. മണിക്കിണറിന്റെ സ്ഥാനം കാണിച്ചെന്ന്. മണിക്കിണറിലാണ് വിഗ്രഹം ഉള്ളത്. അതെ, ഈ ഗണിക്കുന്നവർക്ക് അതിനെ കുറിച്ച് അറിയുള്ളൂ. ക്ഷേത്രത്തിന് ഒരു ക്ഷേത്രമായ അവിടെ മണിക്കിണറുണ്ടാവും. ആ മണിക്കിണറിന്റെ സ്ഥാനം വരെ അവർ കാണിച്ചത്. അത് ഒരു സമയത്ത് നമുക്ക് നന്നാക്കുമ്പോഴാണ് അത് എടുക്കേണ്ട സമയമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത് പെട്ടെന്ന് എടുക്കേണ്ടത് ആവശ്യമല്ലേ? കാരണം ചിലപ്പോൾ ഒരു നാടിനും നന്മയ്ക്കും വേണ്ടി നല്ലതല്ലേ? ഈ നാടിന് വേണ്ടിയിട്ട്, ഈ നാടിനെന്നല്ല, ഇതൊരു ഗുരുവായൂർ അമ്പലമായിരിക്കും ഇവിടെ. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ പോലും കണ്ടു 4 പുറം മതിലും കെട്ടി കണ്ണൻ്റെ അമ്പലം ഇവിടെ അത്രയും പെർഫെക്റ്റായിട്ട് ഇവിടെ, അത്രയും എൻ്റെ മനസ്സിൽ ഈ അമ്പലം ഇവിടെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണ് സുധി അന്ന് ഇവിടെ ഇങ്ങനെ വിളക്കി വെച്ച് ഞങ്ങൾ ഇവിടെ വന്ന്
ഈ നാമജപം 3-ാമത്തെ നാമജപത്തിന് ഞാൻ സന്യാസിമാരെ സ്തുതി ഞാൻ യാഗം നടന്നിരുന്നു തിരുവില്ലാമല സ്തുതിനെ അവിടെ വരുത്തി സ്തുതി അവിടെ സന്യാസിമാർ. പക്ഷെ അതും അവർക്കറിയാം, അവരൊരു സാധാരണക്കാരെ കണ്ടാൽ അവർ കൂട്ടിപ്പിടിക്കില്ല, അവരെ കൂടെ ഇരുത്തില്ല. സ്തുതിനെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോയി എത്തി പൊന്നാട എണീച്ചോ എന്താ കാര്യം വെച്ചാൽ പറയും ഇങ്ങനെ അമ്പലം 23-ാം തീയതി ഞങ്ങൾ വരാം. അതുവരെയുള്ളത് ഇന്നത്തെയൊക്കെ അവർ ഒഴിവാക്കിയിട്ടാണ് അവരിങ്ങോട്ട് വന്നത്. അവർ നമ്മളൊക്കെ ആർക്കും ഈ സ്ഥലം ആരതാണോ, എന്നാലും കണ്ണിന് കുറച്ച് സ്ഥലം ഉണ്ടാവില്ലേ, മതി കണ്ണിന് ഈ ഒരു പക്ഷെ എന്നാലും ഇന്നത്തെ കാലത്ത് നമ്മളെ മനസ്സെപ്പോഴും മാറാന്ന് പറയാൻ പറ്റില്ല, മനുഷ്യന്റെ അല്ലേ. അപ്പൊ ഇത് എന്റെ സ്ഥലമാണെന്ന് പറഞ്ഞവർ വീണ്ടും വന്നാലോ? തെളിവ് കൊണ്ടുപോയിക്കോട്ടെ, ഞങ്ങൾ വരുന്നില്ല, ഇവിടെ തീർന്നില്ലേ. ഇതിപ്പോ ഇങ്ങനെ ഒരാൾ പറയാണ് നിയമം, ഇപ്പം നമ്മളെ വീട്ടിലൊന്നും ആരും കയറില്ലല്ലോ. ഇപ്പൊ ഇതൊരു സ്ഥലം അദ്ദേഹത്തിന്റെ ആരതാണ്, ആ റിക്കാർഡ് പ്രകാരം ഒന്നത് അതിന്റെ ആധാരം. ആ അമ്പലം ഇടിഞ്ഞ് കൊണ്ടു പോയിക്കോട്ടെ, നിങ്ങൾക്ക് ആർക്കും നഷ്ടമില്ല എന്ന് അവര് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പം ഇറങ്ങും ഇവിടുന്ന്, ഞങ്ങൾ തിരിഞ്ഞു പോലും നോക്കൂല. എന്റെ ഒപ്പം അവര് പറയാണ് ഇവിടെ ഒരു പൂജ്യം വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾ പോയി പണി നോക്കി എന്ന് പറഞ്ഞാൽ അത് അവരുടെ സ്ഥലം ഇരിക്കണ്ടേ, അത് അവരുടെയാണെങ്കിൽ ഞങ്ങൾ പോവും. ഇപ്പൊ അതിന്റെ രേഖകൾ കറക്റ്റ് അല്ല. അല്ല, ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല, ആണെങ്കിൽ കൊണ്ടുവന്ന് അതിന് വേണ്ടപ്പെട്ടവരെ കാണിക്കട്ടെ. ഇപ്പം ഇന്ന് അദ്ദേഹം പറഞ്ഞത്, ഒരാൾ പറഞ്ഞത് സ്ഥലം ഒഴിഞ്ഞു തരാം അമ്പലത്തിനുള്ളത്. താങ്കളുടെ ഒക്കെ പുഷ്പേച്ചിൻ്റെ അതേപോലെ തന്നെ സുധീഷ് ചേട്ടൻ്റെ ഒക്കെ മഹാമനസ്കത കൊണ്ട് ഇതുകൊണ്ട് എന്താ പറയുക, ആ കരുണ കൊണ്ടൊക്കെ തീർച്ചയായിട്ടും ഇതിവിടെ ഉയരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇപ്പൊ തന്നെ പക്ഷെ നമ്മൾ അതിന് ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. അല്ല, ഞങ്ങൾ കടമ്പകൾ കടക്കാനും പോകുന്നില്ല, അത് അതിന്റെ വഴിക്ക് പോവും. ഇവിടെ അമ്പലം പൊന്തിക്കുക, അമ്പലം പൊന്തിച്ചാൽ അവർക്കൊക്കെ തൊഴുത്തൂടെ. നമുക്കിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ കാലിൻ്റെ അടിയിൽ മണ്ണ് പറ്റിയിട്ട് അത് ഒടിയും തട്ടിയിട്ടിട്ടേ ഞങ്ങൾ പോകുള്ളൂ, ഞങ്ങൾക്ക് വേണ്ട. ഈ അമ്പലം കടക്കുന്ന സ്ഥലത്ത് ഏകദേശം എത്ര ഉണ്ടാവും? ഞങ്ങൾക്ക് ഒന്നും എനിക്ക് ഇതാണ് എൻ്റെ സത്യം, ശ്രുതിയാണ് എൻ്റെ സത്യം, ശ്രുതി പറയുന്നതാണ് ഞാൻ കേട്ടത്. അപ്പം ഈ അമ്പലം, അപ്പം ഞാൻ എൻ്റെ സന്യാസിമാരോട് പറഞ്ഞു, എൻ്റെ കൂടെയുള്ളവരോടൊക്കെ പറഞ്ഞു നമുക്ക് പോകുക നാരായണീയമായി. അത് ഓരോ മാസം ഞങ്ങൾക്ക് ഇതിവിടെ വന്ന് വായിക്കാൻ ഇവിടുത്തെ ശക്തി കൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഇവിടെ. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വേറെ എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ? ഇവിടെ വരാനോ വായിക്കാനോ ഒന്നും ഒരു. പിന്നെ വേറൊരു കാര്യത്തിൽ പറയേണ്ടത് എന്താ വെച്ചാൽ അദൃശ്യമായി കിടക്കുന്ന ഒരു ശക്തി ഭൂമിൻ്റെ അടിയിലുണ്ടെങ്കിൽ നമ്മൾ പുറത്തെടുക്കണം. മണിക്കിണറിലാണെങ്കിലും, മണിക്കിണർ പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. അപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ കുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നോക്കലും അതിൻ്റെതായ തന്ത്രിമാരും അതിൻ്റെതായ പ്രശ്നങ്ങൾ സന്യാസി സഭയ്ക്ക് അറിയാം. സന്യാസിമാർ കാല് കുത്തിയോ അവരത് അവിടെ ക്ലിയറാക്കി. എത്രയോ അമ്പലം പ്രതിഷ്ഠയൊക്കെ നടത്തി, അത് അത്രയും ഉഗ്രം. കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ പ്രതിഷ്ഠ. അതെ, സന്യാസിമാർ ഇന്ന് ഇവിടുന്ന് കഴിഞ്ഞു, ഇനി അവരെന്നാ വരിക? അവരെപ്പോഴും വരും. പക്ഷെ അതുവരെയുള്ള കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങളൊക്കെ തന്നെയല്ലേ? അതെ, അതുപോലെ കാര്യങ്ങളില്ലല്ലോ. ഇപ്പോൾ പൈസ തരാന്ന് പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അതിപ്പോ ഇന്നോ നാളെ ഇത് കയറ്റുന്നല്ല പറയണത്. ഞങ്ങൾ മാസങ്ങളോളം ഇവിടെ ഇരുന്ന് ജപിക്കും, ഞങ്ങൾ നാരായണീയം വായിക്കും. അപ്പോൾ അവര് ആ കാശുകൾ ഇങ്ങനെ കൈയ്ക്ക് കിട്ടി വന്ന് സന്യാസിമാർ അവരൊക്കെ അടക്കം കൂടിയിട്ട് അവിടെ അമ്പലം പൊന്തും. അത് ഭഗവാൻ കണ്ണന് പൊന്തിക്കാൻ കഴിയും. അമ്പലം പൊന്തുള്ളത് 100% ഉറപ്പാണ്. പക്ഷെ എന്നാലും അതിന്റെ നൂലാമാലകളൊക്കെ എടുക്കുമ്പോഴാണ് ശരിക്കും ഒരു മനസ്സിന് ഒരു ശരിക്കും നമുക്കൊരു മറ്റുള്ളവർക്ക് സംതൃപ്തിയും കാര്യങ്ങളൊക്കെ തോന്നണില്ല. അതെന്താ കൂടുതൽ ഭക്തി, അതായത് ഭക്തി നിർഭരമായൊരു മനസ്സുള്ളതുകൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ആവശ്യം അവിടെ ഒരു അമ്പലം പൊന്തുക, മണിക്കിണറിന് കണ്ണനെ എടുക്കുക. ഇല്ലെങ്കിൽ സന്യാസിമാര് കണ്ടിട്ടുണ്ടാവും കണ്ണനെ എങ്ങനെ വെക്കണം. അതെ, മണിക്കിണറിന് കണ്ണനെ എന്ന് എടുക്കും എന്നാണ് ചോദിച്ചത്. അതൊക്കെ അവര് പറയണം. ഇതിന്റെ മെയിൻ ആള് സന്യാസിമാര് പറയണം. ഇതിലേക്ക് അവിടെ ആൾക്കാരുണ്ട് എന്നല്ലേ പറഞ്ഞത്. അവരൊക്കെ കൂടി തീരുമാനിക്കട്ടെ. ഞങ്ങൾക്കിപ്പം മാസം മാസം ഇവിടെ വന്ന നാരായണീയം വായിക്കണം, ഞങ്ങൾക്ക് അത്രയും മോഹമുള്ളൂ. അമ്പലം അവിടെ കയറും വേണം. അതിനുള്ള പണി അവരിപ്പോ തന്നെ തുടങ്ങട്ടെ. താങ്കളുടെ നല്ല മനസ്സിനാണ് ഇത്. നമ്മള് തീർച്ചയായിട്ടും മാണിയമ്പൽ തന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഓരോരുത്തർക്കും മാസത്തിൽ ഇവിടെ വരാൻ ചുരുങ്ങിയത് ഞങ്ങൾക്ക് ഓരോ വീട്ടിൽ നിന്ന് അമ്മമാർക്ക് 500 ഉറുപ്പിക ചെലവാണ് എല്ലാ മാസവും. അത് പിന്നെ എടുത്ത് ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ വണ്ടിക്കൂലി കൊടുക്കണ്ടേ, ഞങ്ങൾ ബസ്സാണ് അവിടെ നിർത്തിയിട്ടുണ്ട്. അവിടെ എല്ലാവരും പോരാൻ റെഡിയാണ് ഇവിടെ വന്ന്. അതെന്താ വെച്ചാൽ കണ്ണൻ്റെ മനസ്സുകൊണ്ടാണ് വരുന്നത്. അല്ലെങ്കിൽ അപ്പം നിങ്ങളോടേക്ക് വിളിച്ചാൽ വരുമോ, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് വിളിച്ചാൽ വരുമോ, വെറുതെ ആമയൂർക്ക് വിളിച്ചാൽ ഒന്നും വരില്ല. പറഞ്ഞ കാട്ട് വരില്ല, സോറി. പിന്നെ താങ്കൾക്ക് എന്താ പറയുള്ളത്? ഈ ഒരു പുഷ്പേച്ചി മുഖാന്തരാണ് ഇവിടെ നാമജപത്തിന് വന്നത്. അപ്പം ഇങ്ങനെ ക്ഷയിച്ചു കിടക്കുന്ന ഒരു ക്ഷേത്രം ഉയർത്തിക്കൊണ്ടുവരാനും അതിനുവേണ്ടി ഈ അമ്മമാരൊക്കെ നാരായണീയം വായിക്കുന്നു. ആ ഗ്രൂപ്പിൽ ഞാനും കൂടി വന്നതാണ്. ഇവിടെ വന്ന് അമ്പാടിക്കണ്ണൻ്റെ ഇവിടുത്തെ ഈ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ അവസ്ഥ കാണുന്നു. അപ്പം അത് ഉയർന്ന് കാണാൻ വളരെ ആഗ്രഹിക്കുന്ന
നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇത് മകരാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മുമ്പ് തന്നെ ഇത് ഉയരും എന്നുള്ളത് ഉറപ്പാണത്. കാരണം നിങ്ങളുടെ ഒക്കെ ഒരു ആഗ്രഹപ്രകാരം എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ തന്നെ ഇവിടെ കണ്ടു ഈ നാരായണീയ വായനയും ഈ സന്യാസികളുടെ ഇപ്പൊ എത്ര ആളുകൾ ഇവിടെ നമുക്ക് സംഭാവനയായിട്ട് എത്ര പൈസ നമുക്ക് തന്നു? നമ്മളുടെ ഒരു അവസ്ഥയല്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാൻ നമ്മളിലൂടെ പറയിക്കുന്നു. അപ്പൊ ഈ ദേശത്തിന് തന്നെ ഒരുപാട് ഉയർച്ച, ഈ ഭഗവാൻ ക്ഷയിച്ച് കിടക്കുന്നു, ഭഗവാൻ ഉയർന്നു വന്നാൽ ഈ ദേശം തന്നെ വേറൊരു ലെവലാവും. ഈ ഒരു ഭൂമി തന്നെ ഇപ്പൊ തന്നെ ഇതാ ഇദ്ദേഹം പറയുന്നു കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അദ്ദേഹമാണ് അവിടെ വിളക്ക് വെച്ചിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുക. ചുറ്റുമുള്ള സ്ത്രീകളും കുട്ടികളും എല്ലാവരും കൂടെ ഒരു കൂട്ടായ്മയിൽ വന്നിട്ട് അമ്പാടിക്കണ്ണനെ ഭജിച്ച് ഞങ്ങൾ വന്ന് നാരായണീയം ജപിച്ച് അങ്ങനെ ഉയർത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ പുഷ്പേച്ചിയുടെ കൂടെ വന്നിട്ട് ഇത് കണ്ടു. ഞാനൊരു കൃഷ്ണഭക്തയാണ്. അപ്പോൾ ഇത് എത്രയും വേഗം ഉയർന്ന് കാണണമെന്ന് നമുക്ക് വലിയ മോഹമുണ്ട്. വായനയ്ക്ക് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അന്നൊക്കെ ഞാൻ ഭഗവാനോട് പറയും, ഭഗവാനെ ഇനിയും അവിടെ ഒരു നാരായണീയം വായന ഉണ്ടെങ്കിൽ എനിക്കൂടെ പോകാനൊരവസരം വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ. അതെ, വിശ്വാസങ്ങൾ തകർക്കപ്പെടുവാനുള്ളതല്ലല്ലോ, ഏവർക്കും ഊർജം പകരുവാനുള്ളതല്ലേ.